ഭൂപാദൗ യസ്യ നാഭിർവിയദസുരനില ചന്ദ്രസൂര്യൗ ച നേത്രേ കർണാവാശാശ്യരോദ്യൗർമുഖമഭിദഹനോ യസ്യ വാസ്തേയമബ്ധി അന്തസ്ഥം യസ്യ വിശ്വം സുരനരഖഗോ ഭോഗിഗന്ധർവദൈത്യൈ ചിത്രം രമ്യതേദം ത്രിഭുവനവപുഷം വിഷ്ണുമീശം നമാമി. അഹം നിർവികൽപ്പോ നിരാകാരരൂപോ വിഭുത്വാച സർവത്ര സർവേന്ദ്രിയാണം ന ചാസംഗതോ നൈവ മുക്തിർന ബന്ധ ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം. എല്ലാത്തിലുമെല്ലാം ഞാനാണെന്നും എല്ലാം എന്നിലെന്നും കണ്ടിടേണം. നൂലിൽ മണികൾ പോൽ എന്നിലെല്ലാം ചേലിൽ കോർത്തുള്ളതാണോർത്തിടേണം. ഗീതാസാരത്തിലും സാക്ഷാത് പരമാർത്ഥം ഭഗവാൻ അർജുനന് ഉപദേശിക്കുന്നു ഗീതയിൽ. നമ്മുടെ ശ്രദ്ധിക്കുന്നത് ശ്രുതിഗീത വേദസ്തുതി ശ്രീമദ് ഭാഗവത സ്കന്ധം 10 അധ്യായം 87 ശ്ലോകം 14 മുതൽ 41 വരെ. ഇന്ന് നാം ശ്രദ്ധിക്കുന്നത് ശ്ലോകം 11 ആണ്. ഭാഗവതത്തിൽ ചതുശ്ലോകി ഭാഗവതത്തിലും ബ്രഹ്മത്തെക്കുറിച്ച് ഇത് തന്നെയാണ് എടുത്തു പറയുന്നത്. ചേർത്തു വച്ചാലും പിരിച്ചു വച്ചാലും എല്ലാത്തിലും ഈശ്വര ചൈതന്യമല്ലാതെ മറ്റൊന്നും തന്നെയില്ല. അതല്ല എന്ന് മാറ്റിയാൽ അവസാനം എന്താണോ നിലനിൽക്കുന്നത് എന്നെന്നുമുള്ളത് അതാണ് ബ്രഹ്മം. അവിടുന്ന് എന്നറിഞ്ഞ് ഭജിച്ചാൽ സ്വസ്വരൂപജ്ഞാനമുണ്ടാകും, ആത്മജ്ഞാനം തെളിയും. പരമാത്മസ്വരൂപം തന്നെയാണ് തന്നിലുമെന്ന് തിരിച്ചറിയാൻ സാധിക്കും. ഇത് വേണമെങ്കിൽ ത്രികരണങ്ങൾ കൊണ്ടുപോലും സാധ്യമല്ല. ഭഗവത് അനുഗ്രഹം തന്നെ വേണം. ജീവിത സാഫല്യത്തിനായി സദാ ഈശ്വര വിചാരത്തോടു കൂടി നീങ്ങിയാൽ, ഈശ്വരാനുഗ്രഹം നേടിയാൽ ജന്മം സഫലമാകും, ലക്ഷ്യം സഫലമാകും. എല്ലാവർക്കും നിറഞ്ഞ ഭക്തി ഉണ്ടാകാൻ പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ശ്ലോകഭാഗം ശ്രദ്ധിക്കാം. ശ്ലോകം 11. ക ഇഹ നു വേദബതാവരജന്മലയോഗ്രസരം യത ഉദഗാദൃഷ്ടിര്യമനു ദേവഗണാ ഉഭയേ തർഹി ന സന്നജാസദുഭയം ന ച കാലജവ കിമപി ന തത്ര ശാസ്ത്രമവകൃഷ്യ ശയീതയദാ. ഒന്നുകൂടി. കൈഹനു വേദബതാവരജന്മലയോഗ്രസരം യദ ഉദഗാദൃശിര്യമനുദേവഗണാ ഉഭയേ തർഹി ന സന്നജാസദുഭയം ന ച കാലജവ കിമപി ന തത്ര ശാസ്ത്രമവകൃഷ്യ ശയീതയദാ. എല്ലാത്തിനും മുമ്പുള്ളതും എല്ലാത്തിനും ശേഷം ബാക്കിയായിത്തീരുന്നതും അങ്ങനെ ആദ്യന്തങ്ങളില്ലാത്തതുമായ അങ്ങയുടെ മഹിമയെ അല്പനും ക്ഷണിക ജീവിയുമായ മനുഷ്യൻ എന്തറിഞ്ഞു? പരമപുരുഷനായ അങ്ങയിൽ നിന്ന് ആദ്യം ബ്രഹ്മദേവനും അദ്ദേഹത്തിൽ നിന്ന് അധിദൈവവും അധ്യാത്മവുമാകുന്ന 2 തരം ദേവഗണങ്ങളും ഉണ്ടായി. അതിനുശേഷമാണ് മറ്റെല്ലാ ജീവന്മാരും ഉണ്ടാകുന്നത്. ഇതാണ് ഉൽപ്പത്തിയുടെ സ്വഭാവം. അപ്പോൾ സൃഷ്ടികാലത്ത് ആർക്കും ഭഗവാനെ അറിയാൻ സാധ്യമല്ല. ലയത്തിലാണെങ്കിൽ എല്ലാം തന്നിലടക്കി അവിടുന്ന് ശയിക്കുന്നു. അപ്പോഴും ജ്ഞാനോപകരണമില്ലാത്ത ജീവന്മാർക്ക് ഭഗവാനെ അറിയാൻ സാധ്യമല്ല. എന്നാൽ ഉൽപ്പത്തി ലയങ്ങളുടെ 2ൻ്റെയും മധ്യത്തിലാണെങ്കിൽ അപ്പോഴും അസാധ്യം തന്നെ. സ്ഥൂല സൂക്ഷ്മഭൂത നിർമ്മിതവും കാലാധീനവുമായ ശരീര ഉപാധികൾ മധ്യകാലത്തും
ഭഗവത് ജ്ഞാനത്തിന് തടസ്സങ്ങൾ തന്നെ. അപ്പോൾ ഈശ്വരജ്ഞാനം എപ്പോഴും സുഗമമല്ല. മനുഷ്യന് ശാസ്ത്രങ്ങൾക്കും ഈശ്വരനെ ബോധിപ്പിക്കുവാൻ കഴിയുന്നില്ല. ചുരുക്കത്തിൽ ഭഗവാൻ തന്നെ അനുഗ്രഹിക്കുമ്പോഴാണ് ഒരാൾക്ക് ഈശ്വര മഹിമയെ അറിയാൻ കഴിയുന്നത്. അതിനാൽ ഭഗവത് ഭജനം തന്നെ ഓരോരുത്തരുടെയും കർത്തവ്യമായിട്ടിരിക്കുന്നത്. സദാ സർവദാ ഈശ്വര വിചാരത്തോടുകൂടി ജീവിച്ച് അനുഗ്രഹീതരാകുവാൻ, ജന്മസാഫല്യം നേടുവാൻ ഭഗവത് അനുഗ്രഹം പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും സമാധാനവും സന്തോഷവും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമസ്കാരം. ബ്രഹ്മാനന്ദം പരമസുഖദം കേവലം ജ്ഞാനമൂർത്തിം ദ്വന്ദ്വാതീതം ഗഗനസദൃശം തത്വമസ്യാദിലക്ഷ്യം ഏകം നിത്യം വിമലമചലം സർവധീ സാക്ഷിഭൂതം ഭാവാതീതം ത്രിഗുണരഹിതം സദ്ഗുരും തം നമാമി. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീമദ് ഭാഗവതം ശ്രുതിഗീത, സ്കന്ധം 10, അധ്യായം 87, ശ്ലോകം 14 മുതൽ 41 വരെ. ഇന്ന് നാം ശ്രദ്ധിക്കുന്നത് ശ്ലോകം 12 ആണ്. മനുഷ്യന് ധർമ്മം മാർഗവും ബ്രഹ്മം ലക്ഷ്യവുമാണ്. ധർമ്മോ രക്ഷതി രക്ഷിതഃ. സത്യം, ശൗചം, ശരീരശുദ്ധിയും മനഃശുദ്ധിയും, തപസ്, ധ്യാനം, ദാനം തുടങ്ങിയവയാണ് മനുഷ്യധർമ്മം. ഇങ്ങനെയുള്ള മാനുഷിക മൂല്യങ്ങൾ ഉൾക്കൊണ്ട് ഈശ്വര വിചാരത്തോടെ ജീവിക്കുക എന്നുള്ളതാണ് ലക്ഷ്യമായ ബ്രഹ്മപ്രാപ്തിക്ക് മാർഗം. ഭക്തി കൊണ്ടും ഉപാസന കൊണ്ടും സത്സംഗം കൊണ്ട് തന്നെ അജ്ഞാനം, മായ നീങ്ങി ആത്മജ്ഞാനം തെളിയും. അതുതന്നെ ബ്രഹ്മജ്ഞാനം എന്ന ലക്ഷ്യത്തിലേക്ക് എത്തിക്കും. ഇന്ദ്രിയജ്ഞാനം മായാഭ്രമത്തിൽപ്പെടുത്തി ജീവനെ വലയ്ക്കും. ഏകമായ നിത്യസത്യത്തെ പലതായി കാണിക്കും. പൂർണ്ണചന്ദ്രന്റെ നിഴൽ, പ്രതിബിംബം ജലാശയങ്ങളിൽ എല്ലാത്തിലും തന്നെ പ്രത്യക്ഷപ്പെടുന്നു. എത്ര പാത്രത്തിൽ ജലം വെച്ചാലും അത്രയും പാത്രത്തിലെ ജലത്തിലും പ്രതിബിംബം ഉണ്ടാകും. പക്ഷേ ചന്ദ്രൻ ഒന്നേ ഉള്ളൂ എന്ന് ബുദ്ധി കൊണ്ടും വിവേകം കൊണ്ടും മേലോട്ട് നോക്കിയാൽ അറിയാം. ഉപാധിഭേദവും മനസ്സിൻ്റെ മായാബന്ധവുമാണ് പലതായി തോന്നുവാൻ കാരണം. ബ്രഹ്മത്തെ അറിയുവാൻ തടസ്സമായ മായയെ അകറ്റുവാൻ മനസ്സിനെ ഭക്തിയെ ആശ്രയിച്ച് ആത്മാവിനോട് ചേർക്കണം. അതായത് ഞാൻ വീടല്ല, വീട്ടിൽ താമസിക്കുന്ന ആളാണ് എന്നതുപോലെ ആത്മസ്വരൂപം ശരീരമാകുന്ന ക്ഷേത്രത്തിലെ പരമാത്മാംശമാണെന്ന് അറിയും. ഞാൻ ശരീരമല്ല എന്ന് ഉറപ്പിക്കണം. അപ്പോൾ ബ്രഹ്മഭാവം തെളിയും. ജീവിത സന്മാർഗത്തിലൂടെ ബ്രഹ്മജ്ഞാനം ഉണ്ടാകുവാൻ, ഭക്തി ഉണ്ടാകുവാൻ ഈശ്വരാനുഗ്രഹം പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഇന്ന് 13ാമത്തെ ശ്ലോകം ശ്രദ്ധിക്കാം. ശ്ലോകം 13 അല്ല 12. ജനിമസതഃ സതോ മൃതിം ഉത്പാത്മനിയേ ചഭിതം വിപണമൃതം സ്മരന്ത്യുപദിശന്തി ആരൂപിതൈഃ ത്രിഗുണമയഃ പുമാനിധിഭിതാ തദബോധകൃതാ ത്വയി ന തതഃ പരത്ര സ ഭവേദ് അവബോധരസേ. ശ്ലോകം ഒന്നുകൂടി. ജനിമസതഃ സതോ മൃതിമുതാത്മനിയേ ചഭിതം
വിപണമൃതം സ്മരന്ത്യുപദിശന്തിത ആരൂപിതൈഃ ത്രിഗുണമയ പുമാനിധിഭിദാ യദബോധകൃതാഃ ത്വയി ന തതഃ പരത്ര സ ഭവേദ് അവബോധരസേ. ഇല്ലാത്ത ജഗത്തിൻ്റെ ഉൽപ്പത്തിയെ പ്രതിപാദിക്കുന്ന വൈശേഷിക മതവും അസത്തായ ബ്രഹ്മത്തിൻ്റെ ഉൽപ്പത്തിയെ ഘോഷിക്കുന്ന പതഞ്ജല മതവും പരമാർത്ഥത്തിൽ ഉള്ളതായി പറയുന്ന 21 ദുഃഖങ്ങളുടെ നാശമാണ് മോക്ഷമെന്ന് വാദിക്കുന്ന നൈയായിക മതവും ആത്മാവിൽ നാനാത്വം കൽപ്പിക്കുന്ന സാഖ്യ സിദ്ധാന്തവും കർമ്മഫലങ്ങളെ സത്യമെന്നുദ്ഘോഷിക്കുന്ന മീമാംസക മതവും എല്ലാം ഭ്രാന്തിയുടെ വകഭേദങ്ങൾ മാത്രമാണ്, അല്ലാതെ പരമാർത്ഥമായ ജ്ഞാനോപദേശങ്ങളല്ല. എന്തുകൊണ്ടെന്നാൽ അവയെല്ലാം തന്നെ ശ്രുതി സിദ്ധാന്തങ്ങൾക്ക് വിരുദ്ധങ്ങളാണ്. ഈശ്വരൻ ഗുണസ്വരൂപനാണെങ്കിൽ ഇവരുടെ വാദങ്ങളൊക്കെ സമ്മതിക്കാമായിരുന്നു. പക്ഷെ അതല്ല. ഈശ്വരങ്കൽ ഗുണങ്ങളുടെ ആരോപണവും ഭേദകൽപ്പനയുമെല്ലാം അജ്ഞാനം കൊണ്ടുണ്ടായിത്തീരുന്നവയാണ്. അഭിജ്ഞനായ ഒരാളുടെ ദൃഷ്ടിയിൽ നിർഗുണ ബ്രഹ്മം ഒഴിച്ച് മറ്റൊന്നും തന്നെ ഉണ്ടായിരിക്കുകയില്ല. ബ്രഹ്മജ്ഞാനത്തിന് വേണ്ടി തേടുന്ന മാർഗങ്ങൾ പലതാകുമ്പോൾ അതെല്ലാം സത്യമായിക്കൊള്ളണമെന്നില്ല. മായാബന്ധം നിൽക്കുന്നിടത്തോളം ബ്രഹ്മജ്ഞാനം ഉണ്ടാകുക വിഷമമാണ്. കൊണ്ട് വിവിധമായ ഭക്തിമാർഗങ്ങളെ അതിൽ നിന്നും സ്വീകരിക്കേണ്ടതായ തത്വങ്ങൾ മാത്രം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിതത്തിൽ പകർത്തി ഏകമായ ഈശ്വരത്വത്തെ കാണാൻ അദ്വൈത സിദ്ധാന്തം ഉറയ്ക്കാനുള്ള ഭാഗ്യം പ്രാർത്ഥിച്ചുകൊണ്ട് നമസ്കാരം. നമോസ്ത്വനന്തായ സഹസ്രമൂർത്തയേ സഹസ്രപാദാക്ഷിശിരോരുബാഹവേ സഹസ്രനാമ്നേ പുരുഷായ ശശ്വതേ സഹസ്രകോടിയുഗധാരിണേ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീമദ് ഭാഗവതം ശ്രുതിഗീത വേദസ്തുതി സ്കന്ധം 10 അധ്യായം 13 ശ്ലോകം 14 മുതൽ 41 വരെ. ഇന്ന് നാം ശ്രദ്ധിക്കുന്നത് ശ്ലോകം 13. സത്യത്തെ അറിയാൻ, വസ്തുത ബോധ്യപ്പെടാൻ മായ തടസ്സമാണ്. മായ മാറ്റമുള്ളത്, തെറ്റിദ്ധരിപ്പിക്കുന്നത്, ഭ്രമിപ്പിക്കുന്നത്, വഴിതെറ്റിക്കുന്നത് എല്ലാമാണ്. അത് അജ്ഞാനമാണ്, അവിവേകമാണ്. ഈ കലികാല സാഹചര്യത്തിൽ ശ്രദ്ധിച്ചാൽ നമുക്കറിയാം, എല്ലാത്തിനും ഒരു അപരവസ്തു, കൃത്രിമ വസ്തു ഉണ്ട്. മാല, വള, ആഭരണങ്ങൾ ഇതെല്ലാം സ്വർണം കൊണ്ടുള്ളവയാണെന്ന് തിരിച്ചറിയുവാൻ സ്വർണ്ണപ്പണിക്കാർക്ക് ഉരച്ചു നോക്കേണ്ടി വരുന്നു. പണ്ട് സ്വർണത്തിൻ്റെ മാറ്റ് നോക്കാനാണ് പരിശോധിച്ചിരുന്നതെങ്കിൽ ഇന്ന് സ്വർണമാണോ എന്നറിയാൻ വരെ നോക്കേണ്ട അവസ്ഥ വന്നിരിക്കുന്നു. തനി സ്വർണം എന്ന പോലത്തെ വസ്തുക്കൾ ധാരാളം ഉപയോഗിച്ചു തുടങ്ങിയിരിക്കുന്നു. സ്വർണം കൊണ്ട് ആഭരണങ്ങൾ ഏതെല്ലാം വിധത്തിലുണ്ടാക്കിയാലും അതിൻ്റെ വസ്തുത സ്വർണമാണെന്ന് നാം തിരിച്ചറിയണം. അതേപോലെ പ്രപഞ്ച സൃഷ്ടിയിൽ തന്നെ ബ്രഹ്മസൃഷ്ടി വരുമ്പോൾ രണ്ടും തമ്മിൽ തിരിച്ചറിയാൻ പറ്റാതെ വിഷമിക്കുന്നു. അതും ഈശ്വരാധീനം കൊണ്ടേ തിരിച്ചറിയാൻ സാധിക്കൂ. ഇന്ദ്രിയങ്ങളെ കൊണ്ട് അറിയുന്നതെല്ലാം മിഥ്യയാണെന്നും താൽക്കാലികമാണെന്നും കണക്കാക്കണം. സ്വപ്നത്തിൽ കാണുന്നവയെല്ലാം തന്നെ സത്യമാണെന്ന് നമുക്ക് തോന്നുന്നു. ഉണർന്നാലോ അതില്ലാത്തതാണെന്ന് ബോധ്യപ്പെടുന്നു. കുടിലിൽ താമസിക്കുന്ന ഒരാൾ താൻ കൊട്ടാരത്തിലാണ് താമസിക്കുന്നതെന്ന് സ്വപ്നം കണ്ടു. ഉണരുമ്പോൾ കുടിലിൽ തന്നെ ആണ് എന്നറിയുകയും ചെയ്യുന്നു. സ്വപ്നത്തിലെ കൊട്ടാരം തേടി ആരും പോകാറില്ല. ജ്ഞാനം ഉണ്ടാകുമ്പോൾ മാത്രമേ നമുക്ക് ഈ ലോകം മിഥ്യയാണ്
എന്ന് ബോധ്യപ്പെടുകയുള്ളൂ. ഇത് വെറും താൽക്കാലികമായിരുന്നു, വെറും തോന്നലായിരുന്നു എന്ന് ബോധ്യപ്പെടുകയുള്ളൂ. അതിന് ഈശ്വരാനുഗ്രഹം, ഗുരു കടാക്ഷം ഇവയിലൂടെ പരമാർത്ഥ ജ്ഞാനം നേടണം. അത് സാധിക്കുവാൻ ഈശ്വരാനുഗ്രഹം പ്രാർത്ഥിച്ചുകൊണ്ട് ശ്രുതിഗീത ശ്ലോകം 13 നമുക്കൊന്ന് ശ്രദ്ധിക്കാം. സദിവ മനസ്ത്രിവൃത്വയി വിഭാത്യ സദാ മനുജാൽ സദഭിമൃശന്ത്യശേഷമിദമാത്മതയാത്മവിദ നഹി വികൃതിം ത്യജന്തി കനകസ്യ തദാത്മതയാ സ്വകൃതമനുപ്രവിഷ്ടമിദമാത്മതയാവസിതം. ഒന്നുകൂടി. സദിവ മനസ്ത്രിവൃത്വയി വിഭാത്യ സദാ മനുജാൽ സദഭിമൃശന്ത്യശേഷമിദം ആത്മതയാത്മവിദ നഹി വികൃതിം ത്യജന്തി കനകസ്യ തദാത്മതയാ സ്വകൃതമനുപ്രവിഷ്ടമിദം ആത്മതയാവസിതം. ത്രിഗുണസ്വരൂപമായ മനസ്സിൻ്റെ വെറും സങ്കല്പങ്ങൾ മാത്രമാണ് ജഗത്ത്. അല്ലാതെ ജഗത്തെന്ന ഒരു വസ്തു വാസ്തവത്തിലില്ല. ഇല്ലാത്തതായ ജഗത്ത് ഉള്ളതായി തോന്നിക്കൊണ്ടിരിക്കുന്നതാകട്ടെ ഉള്ളതായ ബ്രഹ്മത്തിൽ ആരോപിക്കപ്പെടുക കാരണമാണ്. അഭിജ്ഞനായ ഒരാളുടെ ദൃഷ്ടിയിൽ ബ്രഹ്മമല്ലാതെ ജഗത്തെന്നൊരു വസ്തു വേറെയില്ല. എന്നാൽ ജഗതാകാരേണ വീക്ഷിക്കുന്നുണ്ടെങ്കിലും ബ്രഹ്മാകാരേണ മാത്രമാണ് ബോധിക്കുന്നത്. ഘടകകുണ്ടലാദികളെ അവ ആഭരണങ്ങളായിട്ടിരിക്കുമ്പോഴും കൽപ്പിതങ്ങളായ ആഭരണഭാവങ്ങളെ മറന്ന് സ്വർണാകാരേണ വീക്ഷിക്കുന്നത് പോലെ നാമരൂപാത്മകമായ ജഗത്തിനെ നാമരൂപാത്മകതയിലും ബ്രഹ്മാകാരേണ മാത്രമാണ് ജ്ഞാനസമ്പന്നനായ മഹാത്മാവ് വീക്ഷിക്കുന്നത്. തനതായ സ്വരൂപം തിരിച്ചറിയാനായി, പരമാത്മാവിനെ തിരിച്ചറിയുന്നതിനായി, നമ്മുടെ ആത്മസ്വരൂപം അതിൻ്റെ തന്നെ അംശമാണെന്ന് തിരിച്ചറിയുന്നതിനായി ഇന്ദ്രിയ ദൃശ്യങ്ങളെല്ലാം താൽക്കാലികവും മിഥ്യയുമാണെന്ന് തിരിച്ചറിയാൻ ഈശ്വരാനുഗ്രഹം പ്രാർത്ഥിച്ചുകൊണ്ട് നമസ്കാരം. ബ്രഹ്മാനന്ദം പരമസുഖദം കേവലം ജ്ഞാനമൂർത്തിം ദ്വന്ദ്വാതീതം ഗഗനസദൃശം തത്വമസ്യാദിലക്ഷ്യം ഏകം നിത്യം വിമലമചലം സർവധീ സാക്ഷിഭൂതം ഭാവാതീതം ത്രിഗുണരഹിതം സദ്ഗുരും തം നമാമി. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീമദ് ഭാഗവതം സ്കന്ധം 10 അധ്യായം 87 ശ്ലോകം 14 മുതൽ 41 വരെ ശ്രുതിഗീത വേദസ്തുതി. ഇന്ന് നാം ശ്രദ്ധിക്കുന്നത് ശ്ലോകം 14. ബ്രഹ്മജ്ഞാനം നേടുക വേദസഹായത്താലേ മാത്രമേ സാധിക്കുകയുള്ളൂ. കാരണം വേദം ഈശ്വരവചനങ്ങളാണ്. ശ്രേഷ്ഠനായ ഗുരു കടാക്ഷവും കൂടിയേ തീരുകയുള്ളൂ. അതിന് ഉറച്ച ഭക്തിയും വിശ്വാസവും യമനിയമാദി ശ്രദ്ധയും ഉത്സാഹവും ഉണ്ടായിരിക്കണം. ഞാനും എൻ്റേതും എത്ര ശക്തമാകുന്നുവോ അത്രയും ബ്രഹ്മപ്രാപ്തി നമുക്ക് വിദൂരമാണ്. പരമമായ ആശ്രയത്വം വേണം. യശോദാദേവി ബ്രഹ്മമായ ഉണ്ണികൃഷ്ണനെ എൻ്റെ മകൻ, അവൻ്റെ കുസൃതിക്ക് ഞാൻ കടുത്ത ശിക്ഷ കൊടുക്കും എന്ന് ഓർത്ത് എത്ര ശ്രമിച്ചിട്ടും ബന്ധനസ്ഥനാക്കാൻ സാധിച്ചില്ല. അവസാനം വിവശയായി മനസ്സാ നാരായണ സ്മരണ വന്നപ്പോൾ പുത്രഭാവത്തിൽ തൻ്റെ ബ്രഹ്മത്തെ വശത്താക്കാൻ ചേർക്കാൻ യശോദയ്ക്ക് കഴിഞ്ഞു. ഞാനും എൻ്റേതും തീർത്തു വിട്ടപ്പോൾ
ഭഗവാൻ വശംവദനായി, അതായത് ഭക്തവത്സലനായി അനുഗ്രഹിച്ചു, ആശ്വസിപ്പിച്ചു. സകല പ്രാണികളുടെയും നിലനിൽപ്പ് ബ്രഹ്മത്തെ ആശ്രയിച്ചാണ്, അഥവാ പ്രാണാംശമാണ്. എല്ലാത്തിനോടും സമദർശനവും സമാദരവും സഹവർത്തിത്വവും സഹിഷ്ണുതയും മമതയും പുലർത്താൻ സാധിക്കണം. അപ്പോൾ ബ്രഹ്മജ്ഞാനം പ്രാപ്തമാകും, സാത്വിക ഭാവം കൈവരിക്കാൻ സാധിക്കും, അനുഗ്രഹീതനാകും. ഈശ്വരാനുഗ്രഹം അതിനായി പ്രാർത്ഥിച്ചുകൊണ്ട് നമസ്കാരം. ശ്ലോകം 14 നമുക്ക് ശ്രദ്ധിക്കാം. തവ പരിയേ ചരന്ത്യഖില സത്വനികേതതയാ ത ഉദപദാക്രമന്ത്യ വിഗണയ്യ ശിരോ നിരുദേ പരിവയസേ പശൂനിവ ഗിരാ വിബുധാനപിതാം സ്ത്വയി കൃതസൗഹൃദാ ഖലു പുനന്തി നയേ വിമുഖാ. ഒന്നുകൂടി. തവ പരിയേ ചരന്ത്യഖില സത്വനികേതതയാ ത ഉദപദാക്രമന്ത്യ വിഗണയ്യ ശിരോ നിരുദേ പരിവയസേ പശൂനിവ ഗിരാ വിബുധാനപിതാം സ്ത്വയി കൃതസൗഹൃദാ ഖലു പുനന്തി നയേ വിമുഖാ. സർവാത്മഭാവത്തോടുകൂടി അങ്ങയെ ആശ്രയിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്ന സുഹൃതികൾ സർവാന്തര്യാമിയായ അവിടത്തെ അനുഗ്രഹത്താൽ മൃത്യുവിനെ പോലും ജയിച്ച് പരമപദത്തെ പ്രാപിക്കുന്നു. അല്ലാത്തവരാകട്ടെ അവരെത്ര യോഗ്യന്മാരായാലും മൃഗങ്ങളെ എന്ന പോലെ മൃത്യു ആക്രമിക്കുകയും ചെയ്യുന്നു. അങ്ങയിൽ ബദ്ധശ്രദ്ധന്മാരായാൽ മലിനമായ സംസാരധർമ്മത്തിൽ നിന്നും രക്ഷപ്പെട്ട് പരിശുദ്ധിയെ പ്രാപിക്കുന്നു. അങ്ങയിൽ വിമുഖന്മാരാകട്ടെ നാശത്തെയും പ്രാപിക്കുന്നു. സദാ ഈശ്വര സ്മരണയോടെ കിട്ടിയ മനുഷ്യജന്മം സഫലമായി തീർക്കാൻ സാധിക്കട്ടെ. അതിന് ഭഗവാനെ അനുഗ്രഹിക്കണേ എന്നുള്ള പ്രാർത്ഥനയോടെ എല്ലാവർക്കും എല്ലാ നന്മയും പ്രാർത്ഥിച്ചുകൊണ്ട് നമസ്കാരം. കിരീടകേയൂരഹാര മകരകുണ്ടലാലങ്കൃത ശംഖചക്രഗദാബ്ജഹസ്ത പീതാംബരധര ശ്രീവത്സംഗിതവക്ഷസ്ഥല ശ്രീഭൂമിസഹിത സ്വാത്മജ്യോതിർദീപ്തിമയ സഹസ്രാദിത്യതേജസേ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഞൊടിയിട നേരമമ്മയ്ക്കന്നു നീ കാട്ടിയില്ലേ സ്ഫുടഭുവനകോശം മാസ്മരം നിന്നിലായി. ഉടനതു മറവാക്കി മാധവാ നീ തുണച്ചു അടിപണിതിടുന്നേൻ വിശ്വരൂപാ തൊഴുന്നേൻ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീമദ് ഭാഗവതം ശ്രുതിഗീത വേദസ്തുതി സ്കന്ധം 10 അധ്യായം 87 ശ്ലോകം 14 മുതൽ 41 വരെ. ഇന്ന് നാം ശ്രദ്ധിക്കുന്നത് 15ാമത്തെ ശ്ലോകം. പ്രപഞ്ചചലനത്തിനു പോലും കാരണഭൂതമായ ബ്രഹ്മജ്ഞാനം നേടണമെങ്കിൽ, വേദോക്ത വചനങ്ങൾ ഗ്രഹിക്കണമെങ്കിൽ ഒരു അദൃശ്യ ശക്തിയുണ്ടെന്ന് ബോധ്യപ്പെടുകയും അതിനെ മനസ്സാ ആശ്രയിക്കുകയും വേണം. സൂര്യചന്ദ്രാദികൾക്ക് പോലും പ്രകാശം നൽകുന്നതും പഞ്ചഭൂതങ്ങൾക്കും ജീവജാലങ്ങൾക്കും ആധാരമാകുന്നതും ശബ്ദം, വായു, അഗ്നി, ജലം, ഭൂമി ഇവയുടെ നിയന്ത്രണം ഏതൊരു ശക്തിവിശേഷത്താലാണോ നടക്കുന്നത് അത് സകല കാരണഭൂതമാണെന്ന് അറിയണം. ഗീതയിൽ 11ാം അധ്യായം ഭഗവാൻ വിശ്വരൂപ ദർശനത്തിലൂടെ ആത്മസ്വരൂപമാകുന്ന നാം ഓരോരുത്തരും അഥവാ ലോകത്തിൻ്റെ അറിവിലേക്കായി ഭഗവാൻ അർജുനന് ദർശനം കൊടുത്തു. അതും ദിവ്യദൃഷ്ടി ദാനം ചെയ്തുകൊണ്ട്.
യശോദാദേവിക്ക് കണ്ണൻ ഉണ്ണിവായിൽ പ്രപഞ്ചവിസ്മയം കാണിച്ചു കൊടുത്തു. ഭഗവാനെ അറിഞ്ഞ് ഭജിക്കുവാനുള്ള അനുഗ്രഹമെങ്കിലും തരണേ എന്നുള്ള പ്രാർത്ഥനയോട് നമുക്ക് 15-ാമത്തെ ശ്ലോകം ശ്രദ്ധിക്കാം. ശ്ലോകം 15. ത്വമകരണ സ്വരാടഖിലകാരക ശക്തിധര തവ ബലിമുദ്വഹന്തി സമദന്ത്യജയാ നിമിഷാ വർഷഭുജോഖിലക്ഷിതിവതേരിവ വിശ്വസുജോ വിദധതി യത്ര യേ ത്വധികൃതാ ഭവതഃ സഹിതാ. ഒന്നുകൂടി. ത്വമകരണ സ്വരാട് അഖിലകാരക ശക്തിധര തവ ബലിമുദ്വഹന്തി സമദന്ത്യ അന്ത്യജയാ നിമിഷാം വർഷഭുജോഖിലക്ഷിതിപതേരിവ വിശ്വസിജോ വിദധതി യത്ര യേ ത്വധികൃതാ ഭവതഃ സഹിതാ. അവിടുന്ന് മനോബുദ്ധ്യാദി കരണരഹിതനാണെങ്കിലും സർവശക്തികളെയും ധരിക്കുന്നവനും സ്വയം പൂർണ്ണനുമായിട്ടിരിക്കുന്നു. പ്രഭാവശാലിയായ ദേവന്മാരും അങ്ങയെ ആരാധിക്കുകയും സേവിക്കുകയും ചെയ്യുന്നു. സാമന്ത രാജാക്കന്മാർ ചക്രവർത്തിയെ ഭയപ്പെട്ട് കപ്പം കൊടുക്കുന്നത് പോലെ എല്ലാ ദേവശ്രേഷ്ഠന്മാരും അങ്ങയെ ഭയപ്പെടുകയും അവിടേക്ക് പൂജയെ അർപ്പിക്കുകയും ചെയ്യുന്നു. സർവശക്തികളുടെയും പ്രഭാവങ്ങളുടെയും ഉറവിടമാണ് അവിടുന്ന് എന്ന് താല്പര്യം. ഭഗവാനെ സർവശക്ത, അവിടുന്ന് എല്ലാ തരത്തിലും സാധാരണ ഭക്തജനങ്ങളെ അനുഗ്രഹിച്ച് അറിവിലേക്ക് നയിക്കണേ, ജന്മസാഫല്യം തരണേ എന്നുള്ള പ്രാർത്ഥനയോടെ നമസ്കാരം.